الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين. ബഹുമാന്യരായ വിശ്വാസിനികളെ, കരുണാമയനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ ചെറുതും പരിമിതവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണം, ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ദിവസം നമ്മളെയൊക്കെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ദിവസമാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഇറാനെതിരെ ബോംബ് വർഷിക്കുകയും ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി മൊത്തത്തിലൊരു യുദ്ധഭീതി നിലനിൽക്കുന്നു. ഗൾഫ് രാജ്യങ്ങളൊക്കെയും വ്യോമാതിർത്തികളൊക്കെ അടച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. അള്ളാഹു ഇത്തരം പ്രതിസന്ധികളിൽ ലോകത്തെയും മനുഷ്യരെയുമൊക്കെ പ്രതിസന്ധികളിലാക്കുന്ന ഇത്തരം അവസ്ഥയെ തൊട്ട് എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സൂക്ഷ്മതയുള്ള ജീവിതത്തിന് എന്നതാണ് എന്നെ ഏൽപ്പിച്ച വിഷയം, അഥവാ തഖ്വയുള്ള ജീവിതത്തിന്. തഖ്വ എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വിശദീകരിച്ചു, മുള്ളുകളുള്ള, ഒരുപാട് മുള്ളുകളുള്ള ഒരു പ്രദേശത്തുകൂടെ, ഒരു വഴിയിലൂടെ ഒരു മുള്ള് പോലും നമ്മുടെ ശരീരത്തിലോ നമ്മുടെ വസ്ത്രത്തിലോ പോറേൽപ്പിക്കാതെ നമുക്ക് എത്രമാത്രം ശ്രദ്ധിച്ച് പോകാൻ കഴിയുമോ ആ ശ്രദ്ധയാണ് സൂക്ഷ്മത, ആ ശ്രദ്ധയാണ് തഖ്വ. മുള്ളുകളുള്ള, കുപ്പിച്ചില്ലുകളുള്ള പ്രയാസകരമായ ഒരു പാതയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ അതൊന്നും നമ്മിലേക്ക്, നമ്മുടെ ശരീരത്തിലോ നമ്മുടെ വസ്ത്രത്തിലോ പോറലേൽപ്പിക്കാതിരിക്കാൻ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നുവോ ആ ശ്രദ്ധയാണ് മതത്തിൻ്റെ കാര്യത്തിൽ, ഈമാനിൻ്റെ കാര്യത്തിൽ നമ്മൾ വെച്ചു പുലർത്തേണ്ടത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വിശദീകരിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം, നോമ്പിനെ കുറിച്ച് പറയുകയാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഈ നോമ്പ് റമദാൻ മാസത്തിലെ 30 ദിവസത്തെ 29 ദിവസത്തെ വ്രതം വിശുദ്ധ ഖുർആൻ എന്ന സന്മാർഗ ഗ്രന്ഥം ഇറക്കിത്തന്നതിൻ്റെ പേരിൽ നമ്മൾ അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്താൻ അള്ളാഹു നിർദ്ദേശിച്ച ഈ വ്രതം അതെന്തിനാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുമ്പുള്ളവരോട് കൽപ്പിച്ചതുപോലെ എല്ലാ ജനതയിലും വ്രതമുണ്ടായിട്ടുണ്ട്. അപ്പം മുമ്പുള്ള ജനങ്ങളോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. നോമ്പ് നിർബന്ധമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മർമ്മപ്രധാനമായ ഒരു ഭാഗമായിട്ട് ഈ റമദാനിലെ നോമ്പ് കൊണ്ട് നടക്കുക തന്നെ വേണമെന്നാണ് ഖുർആൻ പറയുന്നത്. എന്തിനാണെന്നോ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളാകാൻ വേണ്ടി, നിങ്ങൾ സൂക്ഷ്മതയുള്ള ജീവിതം കൈയാളാൻ വേണ്ടി, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കാൻ വേണ്ടി, അതിനാണ് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. നമുക്കറിയാം, സൂറത്തുൽ ഹുജറാത്തിൽ മനുഷ്യരെ ആകെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു എന്ന ആ മനുഷ്യൻ്റെ ആ സാഹോദര്യ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന സന്ദേശം നൽകിക്കൊണ്ട് അവസാനം പറയുന്നു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ, ലോകത്തുള്ള എല്ലാ ജനവിഭാഗങ്ങളും അതാരായിക്കൊള്ളട്ടെ, എത്ര ഉന്നതന്മാരാവട്ടെ, എത്ര മതബോധമുള്ളവരാവട്ടെ, എത്ര സൗകര്യമുള്ളവരാവട്ടെ, നിറത്തിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ വ്യത്യസ്തങ്ങളായ ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്നവരാവട്ടെ, ആരായിരുന്നാലും നിങ്ങളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, അള്ളാഹുവിൻ്റെ മുമ്പിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ആള് നിങ്ങളിൽ സൂക്ഷ്മമായ ജീവിതം നയിക്കുന്നവനാണ്. നിങ്ങളിൽ ശ്രദ്ധയോടെ ജീവിതം നയിക്കുന്നവനാണ്. വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ബഖറയിലെ തുടക്കം തന്നെ ഇങ്ങനെയാണല്ലോ, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, അതാകുന്നു ഗ്രന്ഥം,
ലാ റൈബ ഫീഹി, ഒരു സംശയമില്ല കേട്ടോ. ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നും ലോകത്താകമാനം ജീവിച്ചു പോകുന്ന എല്ലാ കാലത്തെയും ജനങ്ങൾക്ക് സന്മാർഗം നൽകുന്നതാണ് എന്നുള്ളതിനും അശേഷം സംശയമില്ല. ഹുദല്ലിൽ മുത്തഖീൻ, അത് സത്യം ഉൾക്കൊണ്ട് സൂക്ഷ്മതയോടെ ദോഷബാധയെ ശ്രദ്ധിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഹുദയാണ്, സന്മാർഗമാണ്, വെളിച്ചമാണ്, പ്രകാശമാണ്, വഴികാട്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആവർത്തിച്ച് ഈ തഖ്വയുമായി ബന്ധപ്പെട്ട ജീവിതത്തെ ഖുർആൻ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, അത്തഖ്വ ഹാഹുനാ, അത് ഹൃദയത്തിൽ നിന്നുണ്ടാവേണ്ടതാണ്. അത് പ്രകടനപരതയല്ല, അത് വേഷഭൂഷാദികളിലുള്ളതല്ല, അത് ആളുകൾക്കിടയിൽ വല്ല സ്വാധീനവും ഉണ്ടാവുന്നു എന്നത് കൊണ്ടുണ്ടാവുന്നതല്ല, അതൊരുപാട് പണം സമ്പാദിച്ച് അങ്ങനെ ഉയർന്ന നിലയിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടുണ്ടാവുന്നതല്ല, അത് പ്രത്യേകം സെലിബ്രിറ്റികൾ കൈവശപ്പെടുത്തുന്നതല്ല. അല്ല, അത് ഹൃദയത്തിൽ നിന്നും ഉരുത്തിരിയേണ്ടതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 വട്ടം ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാ പറഞ്ഞത്. അത്തഖ്വ ഹാഹുനാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുക, എനിക്ക് സ്വർഗത്തിൽ പോകണം പ്രവാചകരെ, എന്താ ഞാൻ ചെയ്യേണ്ടത്? പ്രവാചകൻ പറഞ്ഞു, തഖ്വല്ലാഹ് വഹുസ്നുൽ ഖുൽഖ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ സൂക്ഷ്മതയോടെ കണ്ടറിഞ്ഞ് കയ്യാൽ ജീവിക്കണം, മാത്രമല്ല നല്ല സ്വഭാവമുള്ളവനുമായിരിക്കണം. അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെട്ട് പള്ളിയിൽ മാത്രം ജീവിക്കുക, അല്ലെങ്കിൽ മറ്റൊന്നിനും ശ്രദ്ധിക്കാതെ മറ്റാരുടെയും പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ ജീവിക്കുക എന്നുള്ളതല്ല, സന്യാസം സ്വീകരിക്കുക എന്നുള്ളതല്ല തഖ്വ. മറിച്ച് അത് ആളുകളോട് നല്ല സ്വഭാവം പ്രകടിപ്പിക്കത്തക്ക രീതിയിൽ ആളുകളുമായി സഹകരിച്ച്, കൊടുത്തും വാങ്ങുന്നയും ഘട്ടത്തിൽ സഹകരിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കുക, അതാണ് തഖ്വ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിലെത്താനുള്ള വഴി ചോദിച്ച ഗ്രാമീണനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, ലാ യബ്ലുഗുൽ അബ്ദു അൻ യകൂന മിനൽ മുത്തഖീൻ, ഒരു ദാസൻ മുത്തഖിയാകുന്നേയില്ല, ഒരു മനുഷ്യനും മുത്തഖിയാകുന്നേ ഇല്ല, സൂക്ഷ്മതയുള്ളവൻ ആകുന്നേ ഇല്ല. ഹത്താ യതമാല ബഅസ ബിഹി ഹദറ ലിമാ ബിഹിൽ ബഅസ്, ദോഷമില്ലാത്ത ചില കാര്യങ്ങളും, ദോഷമുള്ള കാര്യങ്ങൾ നമുക്കറിയാം, വലിയ വലിയ ദോഷമുള്ള കാര്യങ്ങൾ നമുക്കറിയാം, കൊച്ചു കൊച്ചു ദോഷമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ ദോഷമില്ലാത്ത ചില കാര്യങ്ങളും, ഇതെനിക്ക് ദോഷമായി, സമൂഹത്തിന് ദോഷമായി, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വിരുദ്ധമായി നീങ്ങുമോ എന്ന് ഓർത്ത് ഭയപ്പെട്ട് ആ ദോഷമില്ലാത്ത കാര്യങ്ങളെയും, എല്ലാ കാര്യങ്ങളുമല്ല, ചില കാര്യങ്ങളെയും വർജിക്കുന്നതുവരെ ഒരു മനുഷ്യനും മുത്തഖിയല്ല. എന്തായി പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുത്തഖി എന്നതിനെ അടയാളമായിട്ട് ദോഷബാധയെ സൂക്ഷിക്കണമെന്നാണ് വിശദീകരിച്ച ഖുർആൻ വാക്യങ്ങൾ നമ്മൾ കേട്ടു, പ്രവാചകന്റെ വചനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. ഇവിടെ പ്രവാചകൻ പറയുന്നത്, നമുക്ക് ദോഷകരമാണെന്ന് തോന്നാത്ത ചില കാര്യങ്ങളിലെങ്കിലും സൂക്ഷ്മത കൈയാളാതെ പോയാൽ അവൻ മുത്തഖിയല്ല. ഞാൻ ഉദാഹരണം പറയട്ടെ, ആർക്കും വിഷമം തോന്നരുതേ. നമ്മളൊക്കെ നിർബാധം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ പുകവലി. പുകവലിക്കുമ്പോൾ നമ്മുടെ സ്വയം ശരീരം നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ പരിണിതി രോഗമാണ്, ക്യാൻസറാണ്, ഉറപ്പാണ്. മാത്രമല്ല അത് പരിസരങ്ങളിലാകെ ദോഷം വിതക്കുന്നു. ഞാൻ പുകവലിച്ചൂതുന്ന പുക കൊണ്ട് പരിസര മലിനീകരണം ഉണ്ടാകുന്നു, തൊട്ടടുത്ത ആളിന് വരെ രോഗം ഉണ്ടാകുന്നു. അത്രമാത്രം ഗുരുതരമായൊരു കാര്യമാണത്. മദ്യപിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അയാൾ മദ്യപിച്ചാൽ അയാൾക്ക് മാത്രമേ ദോഷമുണ്ടാവുന്നുള്ളൂ, ശാരീരികമായ അസുഖം. പുകവലി അങ്ങനെയല്ല. പക്ഷേ പുകവലി നിർബാധം നമ്മുടെ സമൂഹത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നന്നെ ചുരുങ്ങിയത്
അത് ഹറാമാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഇബ്നു വാസിയെ പോലെയുള്ള ആളുകൾ പുകവലി ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, നന്നെ ചുരുങ്ങിയത് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ അത് ദോഷകരമായി ഭവിച്ചാലോ എന്ത് ചിന്തിച്ച് മാറി നിൽക്കാൻ നമുക്ക് കഴിയുമോ എന്നതാണ് ചോദ്യം. അല്ലേ? ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ലേ? ചില ദോഷമല്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട്, എങ്കിലേ അവൻ മുത്തഖിയാവുന്നുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ ഉണർത്തി. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീലത വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ, അവനിലേക്ക് അടുക്കുവാനുള്ള മാർഗം തേടണേ. നമസ്കാരം, ഇബാദത്ത്, പ്രാർത്ഥന, നോമ്പ് അതൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗങ്ങളാണ്. അത്തരം മാർഗങ്ങൾ നീ തേടണേ. വജാഹിദൂ ഫീ സബീലിഹി, എന്നിട്ട് അവന്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യണേ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. വിജയത്തിനുള്ള ഒരു വഴിയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുമായി അടുക്കുവാനുള്ള മാർഗം തേടുക, ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക, ഒപ്പം സമരം ചെയ്യുക. ഇതൊക്കെയും വിജയത്തിലേക്കുള്ള മാർഗമാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നു, അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ എന്താ ഗുണം? ദുനിയാവിൽ വരെ ഗുണമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് സൂക്ഷ്മതയോടെ നമ്മുടെ ജീവിതം കൈയാളിയാൽ അതിന്റെ ഗുണം ദുനിയാവിലുമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. സൂറത്ത് തലാഖിൽ കാണാം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, അള്ളാഹുവെ വല്ലവനും സൂക്ഷിക്കുന്ന പക്ഷം അള്ളാഹു അവന് പോംവഴി ഉണ്ടാക്കി കൊടുക്കും. ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്, സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നുണ്ട്, ശാരീരികമായ പ്രയാസങ്ങൾ, രോഗങ്ങൾ പോലുള്ളവയെ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ചില കാര്യങ്ങൾ രോഗം മാറുന്നതുമായി ബന്ധപ്പെട്ടോ സാമ്പത്തികമായ പരാധീനത മാറ്റിയെടുക്കുന്നതിനെ കുറിച്ചോ നമുക്കൊരു വഴിയുമില്ല. നമ്മൾ നിസ്സഹായരാണ്, പല ശ്രമങ്ങളും നടത്തി കഴിയുന്നില്ല. പടച്ചോൻ പറയാണ്, അള്ളാഹുവെ വല്ലവനും സൂക്ഷിക്കുന്ന പക്ഷം അള്ളാഹു അവനൊരു പോം വഴി ഉണ്ടാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ കണക്കാക്കാത്ത വിധത്തിൽ അവന് ഉപജീവനം നൽകുകയും ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അള്ളാഹു നമ്മെ ഈ ഭൂമിയിൽ ജീവിപ്പിക്കും. നമുക്ക് ഭക്ഷണം നൽകും, വിഹരിക്കാനുള്ള സൗകര്യം നൽകും. കഷ്ടപ്പെട്ടാണെങ്കിലും പ്രയാസപ്പെട്ടാണെങ്കിലും മനസ്സമാധാനത്തോടെ ഈ ഭൂമിയിൽ എനിക്കൊരു വഴിയുമില്ലല്ലോ ജീവിക്കാൻ എന്ന് അന്താളിച്ച് നിൽക്കുന്നിടത്ത് നിന്ന് അള്ളാഹു വഴി കാണിച്ചു കൊടുക്കുകയും സമാധാനപൂർവ്വം ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യുമെന്ന് ഖുർആൻ പറയാം. അള്ളാഹു അവനൊരു പോം വഴി കാണിച്ചു കൊടുക്കും. വല്ലവനും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന പക്ഷം അവന് അള്ളാഹു തന്നെ മതി. ആരെങ്കിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട, പടച്ചോൻ തന്നെ മതി. പടച്ചോൻ നമ്മളെ സംരക്ഷിക്കുമെന്ന് ഖുർആൻ വാഗ്ദാനം ചെയ്യാണ്. പ്രിയപ്പെട്ടവരെ, ഖുർആനായി പറയുന്നത് അള്ളാഹുവാണ് പറയുന്നത്. അള്ളാഹുവിന്റെ വാഗ്ദാനം ശരിയാവില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഉറപ്പായും സംഭവിക്കുന്നത് തന്നെയാണ്. പക്ഷേ നമ്മുടെ തവക്കുൽ, നമ്മൾ അള്ളാഹുവിൽ തഖ്വ ചെയ്യുന്നത്, അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങളിൽ നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് വേണ്ട വിധത്തിലാവാതെ പോകുന്നത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള ഗുണങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകുന്നത് എന്ന് നാം ആലോചിക്കണം. മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നു, സൂറത്തുൽ അൻഫാലിൽ, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനാ വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സത്യവും അസത്യവും വിവേചിച്ച് വ്യക്തമാക്കി മനസ്സിലാക്കാനുള്ള കഴിവ് അവൻ തരും. ഇന്നത് സത്യമാണ്, ഇന്നത് ചീത്തയാണ്, ഇന്നത് നന്മയാണ്, ഇന്നത് മോശമാണ് എന്ന് അള്ളാഹു വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തി തരും. എന്ന് വെച്ചാൽ
വിശുദ്ധ ഖുർആൻ എന്ത് നമ്മൾ പഠിപ്പിക്കുന്നുവോ ആ സത്യം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞ് അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയും. എങ്ങനെ? അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സത്യവും അസത്യവും ദുനിയാവിലെ നല്ല വഴിയും ചീത്ത വഴിയും ഏത് എന്ന് അള്ളാഹു കാണിച്ചു തരും. എന്നിട്ടോ അവൻ നിങ്ങളുടെ തിന്മകൾ മായ്ച്ചു കളയും. നമ്മൾ മനുഷ്യരല്ലേ, സംസാരത്തിൽ, നോട്ടത്തിൽ, ഇടപെടലുകളിൽ ഒക്കെ തന്നെ അബദ്ധം വരുന്നവരാണ്. കുല്ലുബനി ആദമ ഖത്ത, പ്രവാചകൻ പറഞ്ഞതാണ്, എല്ലാ ആദമിന്റെ മക്കൾക്കും അബദ്ധം പിണയുക തന്നെ ചെയ്യും. ഖൈറു ഖത്തായിന തവ്വാബൂൻ, അതിൽ പശ്ചാത്തപിക്കുന്നവരാണ് ഖൈർ ഉന്നതന്മാർ. അപ്പൊ അബദ്ധം വരിക എന്നുള്ളത്, പോരായ്മ വരിക എന്നുള്ളത്, വീഴ്ചകൾ വരിക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അങ്ങനെ ഉണ്ടാകുന്ന തിന്മകൾ, ആ തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയും. ഖുർആൻ പറയാ, നമ്മൾ അള്ളാഹുവിൽ സർവവും സമർപ്പിച്ച് അള്ളാഹുവിൽ തഖ്വയുള്ള ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയും. എന്നിട്ടോ നിങ്ങൾക്ക് അവൻ പുറത്തു തരികയും ചെയ്യും. നമ്മളെ പടച്ചവൻ തൃപ്തിപ്പെടുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിക്കുമെന്നായി പറഞ്ഞിരിക്കുന്നത്. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ കാര്യം മറ്റൊരു രീതിയിൽ പറയുകയാണ്. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയായിരുന്നാലും പടച്ചവനെ ഭയപ്പെടണേ, അള്ളാഹുവിനെ ഭയപ്പെടണേ. വഅത്വി സയ്യിഅത്തൽ ഹസനത തംഹുഹാ, ഒരു തിന്മ ചെയ്തു പോയാൽ, നമ്മിൽ നിന്നൊരു തെറ്റ് വന്നു പോയാൽ പിന്നാലെ ഒരു നന്മ ചെയ്യുക. മനുഷ്യനാണ്, തെറ്റുകൾ വന്നു പോകും. തെറ്റ് ചെയ്തു പോയാൽ, അങ്ങനെ സംഭവിച്ചു പോയാൽ പിന്നാലെ ഉടനെ തന്നെ ഒരു നന്മ ചെയ്യുക. അത് ആ തിന്മയെ മായ്ച്ചു കളയും. എന്നിട്ട് പറയുന്നു, വഖാലിഖിൻ നാസ ബിഖുൽഖിൻ ഹസൻ, ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യുക. ജനങ്ങളുമായി നല്ല രീതിയിൽ വർത്തിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ആദർശത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ജനങ്ങളുമായി നല്ല രീതിയിൽ വർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഘട്ടത്തിൽ തഖ്വയുള്ള ഒരു ജീവൻ നയിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ക്ലേശകരമായ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ അവിടെയും അള്ളാഹുവിന്റെ തൃപ്തിയാണ് എനിക്ക് മുഖ്യ ലക്ഷ്യം എന്ന ചിന്തയോടെ മുത്തഖിയായി ജീവിക്കുകയും ഞാൻ ജനങ്ങളെ ഇഷ്ടപ്പെടുന്നതും ജനങ്ങളോട് നല്ല വാക്ക് പറയുന്നതും ജനങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്തതുമൊക്കെ പടച്ചവന്റെ തൃപ്തിയിലാക്കി മാത്രമാണ് എന്ന ചിന്തയും ഉണ്ടാകുമ്പോഴാണ് അത് ഗുണകരമായി തീരുക. അങ്ങനെ ജീവിക്കാൻ കഴിയണം. അല്ലാതെ ആളുകളുടെ തൃപ്തി നേടാൻ വേണ്ടിയാകുമ്പോൾ അത് മറ്റൊരു വഴിക്കായിരിക്കും തിരിഞ്ഞു പോവുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നു, ഇല്ലാ മൻ താബ, ഒരായത്തിന് തുടർച്ചയായിട്ട് പറയുകയാണ്, 70-ാമത്തെ ആയത്താണ്. ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. പശ്ചാത്തപിച്ചാൽ, നമ്മളിൽ വന്നുപോയ തെറ്റുകൾ അള്ളാഹുവിനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചാൽ മാത്രമല്ല, വിശ്വസിക്കുകയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും മുത്തഖിയായി ജീവിക്കുകയും നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അള്ളാഹു പറയുകയാണ്, അത്തരക്കാർക്ക് അവരുടെ തിന്മകൾക്ക് പകരം അത് നന്മകളായി മാറ്റിക്കൊടുക്കുന്നതാണ്. നമ്മൾ ചെയ്തത് തിന്മയാണ്. നമ്മൾ ദുനിയാവിൽ അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത തിന്മയാണ് ചെയ്തു പോയത്. പക്ഷെ ആ തിന്മയിൽ നിന്ന് നമ്മൾ പിന്മാറിയിരിക്കുകയാണ്, പശ്ചാത്തപിച്ചിരിക്കുകയാണ്. ഒരുപാട് നാളുകൾ പശ്ചാത്തപിച്ചിരിക്കുന്നു. നമസ്കാരശേഷം, തഹജ്ജുദ് നമസ്കാരശേഷം പാതിരാത്രിയിൽ പരിസരമുറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കണ്ണീർ വാർത്തുകൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നു. അള്ളാഹു എന്ത് ചെയ്യുമെന്നോ ആ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചാൽ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്ത തിന്മകളൊക്കെയും പറഞ്ഞു നന്മയാക്കി തരും. അതിന് ശിക്ഷയല്ല, അതിന് കൂലിയാക്കി തരുമെന്നായി പറഞ്ഞത്. അപ്പൊ ഇത്രമാത്രം കാരുണ്യവാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹു എന്ന് നാം തിരിച്ചറിയണം. എത്രമാത്രം കാരുണ്യവാനാണ്. ഒരൊറ്റ ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഉമർ റളിയല്ലാഹു അൻഹു മദീനക്ക് പുറത്തിങ്ങനെ പോവുക, ഖലീഫയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാട്ടിടയനെ കണ്ടുമുട്ടിയപ്പോൾ അയാളുടെ സൂക്ഷ്മത, അയാളുടെ പടച്ചവനുമായുള്ള ബന്ധമൊന്ന് പരിശോധിക്കാമെന്ന് തോന്നി. അങ്ങനെ ആ മനുഷ്യനോട് ചോദിച്ചു, ആട്ടിടയനോട് ചോദിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു, ഇതൊരു ആട്ടിനെ എനിക്ക് തരുമോ? അപ്പോൾ
ആട്ടിടയൻ പറഞ്ഞു, ഇതെൻ്റെതല്ല, യജമാനൻ്റെതാണ്. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും പറയാണ്, ആ ആടിന് ചെന്നായി പിടിച്ചെന്ന് പറഞ്ഞാൽ മതി, നിനക്കെന്തെങ്കിലും തരാൻ, ഒരാട്ടെ നീ തന്നേക്ക്, മുതലാളി അറിയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ഒരു ഗ്രാമീണൻ പറയുകയാണ്, വിരൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാ പറയുന്നത്, എവിടെയാ എൻ്റെ അള്ളാഹു എന്ന് വെച്ചാൽ അള്ളാഹു ഉണ്ട് എന്ന് ഒരു മറുപടിയാണ്. ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്ത് മറുപടി പറയുന്നു? ഒരാട്ടിടയൻ, യാത്രയിൽ കണ്ട ഒരാട്ടിടയൻ, ഗ്രാമീണനായ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന തഖ്വയാണ് പ്രിയപ്പെട്ടവരെ അതിലൂടെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടറിഞ്ഞത്. ഇതാണ് തഖ്വ. ആരാലും കാണാനില്ലാത്ത സമയത്തും നമുക്ക് പടച്ചവന്റെ തൃപ്തി മാത്രം ലക്ഷ്യമാക്കാൻ കഴിയണം. ആളുകൾക്കിടയിൽ അവരുടെ പ്രീതിക്കപ്പുറം അവിടെയും പടച്ചവന്റെ തൃപ്തി മാത്രം ലാക്കാക്കാൻ നമുക്ക് കഴിയണം. ഒരുപാട് സൗകര്യങ്ങളൊന്ന് കണ്ടടച്ചാൽ കിട്ടുമായിരുന്നിട്ട്, ഒരു കളവ് പറഞ്ഞാൽ കിട്ടുമായിരുന്നിട്ട്, അതൊന്നും വേണ്ട, എന്നെ പടച്ചവൻ നാളെ ശിക്ഷിക്കുമല്ലോ എന്നോർത്ത് അതിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നിടത്താണ് തഖ്വയുള്ളത്. അപ്പൊ തഖ്വ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നല്ല, നോമ്പനുഷ്ഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നല്ല, മുസ്ലിമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നല്ല. അത് ഹൃദയത്തിലൂടെ നമ്മൾ ഇത്തരം ചിന്തകളിലൂടെ ആവാഹിച്ചെടുത്ത് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ആ തഖ്വയിലേക്ക് നാം തിരിച്ചു വരേണ്ടതുണ്ട്. മനുഷ്യൻ നന്നാവണം, അവൻ ആത്മാർത്ഥതയുള്ളവനാവണം, അവൻ സത്യസന്ധനാവണം, അവൻ വിശ്വസ്തനാവണം. ഈ ഗുണങ്ങളൊക്കെയും അവനിൽ സമ്മേളിക്കണമെങ്കിൽ പടച്ചവനിൽ അവന് പരിപൂർണ വിശ്വാസമുണ്ടായിരിക്കുകയും അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്താൻ അവൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. ഈ തഖ്വ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കാത്തു സൂക്ഷിക്കുക, ഭയപ്പെടുക, അള്ളാഹുവിനെ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വിഷയമുണ്ട്, അൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ അവനെ ആരാധിക്കണം. നമ്മൾ അള്ളാഹുവിനെ കാണുന്നു, അള്ളാഹുവിന്റെ മുമ്പിലാണ് നമസ്കരിക്കുമ്പോൾ. അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണ് നമസ്കാരം, അഭിമുഖമാണ് നമസ്കാരം. നമ്മുടെ തൊട്ട് മുമ്പിൽ അള്ളാഹു ഉണ്ട്, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തോടെ നാം നമസ്കരിക്കണം, ആരാധനാ കർമ്മങ്ങൾ അർപ്പിക്കണം. അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് കേട്ടോ. അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. പടച്ചവനെ നീ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. ആ തിരിച്ചറിവിലൂടെ വേണം ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ. അങ്ങനെ നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൽ പരമാവധി സൂക്ഷ്മത പുലർത്താൻ കഴിയും. ആരാധനാ കർമ്മങ്ങളിൽ പരമാവധി സൂക്ഷ്മത പുലർത്താൻ കഴിയും. സംസാരിക്കുമ്പോൾ സത്യം മാത്രം പറയാൻ കഴിയും. നമ്മൾ ഭക്ഷിക്കുമ്പോൾ നല്ല സമ്പാദ്യം, ഹലാലായ സമ്പാദ്യത്തിലൂടെ, ഹലാലായ ലഭിച്ചതിലൂടെ മാത്രം, ആ സംഖ്യ കൊണ്ട് മാത്രം ഭക്ഷണവും വസ്ത്രവും വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരും. നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ നിഷിദ്ധമായവ നോക്കാതിരിക്കും. നമ്മൾ കാണേണ്ടത് മാത്രം കാണുന്നവരായിത്തീരും. നമ്മൾ ആരെങ്കിലുമായി ഇടപാടുകൾ നടത്തുമ്പോഴോ അവിടെയും നമ്മിൽ സത്യസന്ധത ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, തഖ്വയുടെ ഗുണങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുനിയാവിൽ നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്, നന്മ അള്ളാഹു നൽകുന്നുണ്ട്, ജീവിതോപാധി അള്ളാഹു നൽകുന്നുണ്ട്, തിന്മ മായ്ച്ചു കളയുന്നുണ്ട്, ഒക്കെയുണ്ട്. അതുകൊണ്ട് അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നു ഇങ്ങോട്ട് കൂടുതൽ. അള്ളാഹു നമ്മെ നമ്മുടെ തഖ്വയുള്ള ജീവിതം കൊണ്ട് ഇങ്ങോട്ട് അള്ളാഹു സ്നേഹിക്കുന്നു. നമുക്ക് മനസ്സമാധാനം, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏതവസ്ഥയിലും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നു. അള്ളാഹുവിന്റെ തീരുമാനമാണിത്, അള്ളാഹുവിന്റെ വിധിയാണിത്. ഞാനിതിൽ സംതൃപ്തനാണ്, പടച്ചവനെ എന്നെ നീ കാത്തു രക്ഷിക്കണമേ എന്ന ചിന്തയിലൂടെ അവൻ ജീവിക്കും. അതുപോലെ കാര്യങ്ങളൊക്കെ എളുപ്പമാകും. ഒന്നും പ്രയാസകരമായി കെട്ടിപ്പിടന്ന് കിടന്നു പോകില്ല. പടച്ചവനിൽ തഖ്വ ചെയ്താൽ, പടച്ചവൻ തവക്കുൽ ചെയ്താൽ ഒന്നും കെട്ടിപിടഞ്ഞ് കിടന്ന് അവിടെ കിടന്നു പോകില്ല. ചുവപ്പ് നാടയിൽ കൊടുക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ. അതൊക്കെയും എളുപ്പമായി തീരും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന മനുഷ്യർക്ക് ലഭിക്കും എന്ന് വിശദീകരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾ നിർവഹിക്കേണ്ടത് ഓരോ ദിവസവും ഉറങ്ങും മുമ്പ് തന്നെ ഇന്നത്തെ എൻ്റെ ദിവസം എങ്ങനെയായിരുന്നു, ഞാൻ ഇന്നാലിന്ന് സ്ഥലത്ത് പോയി, ഇന്നാലിന്ന് ആളെ കണ്ടു, ഇന്നാലിന്ന കാര്യങ്ങൾ സംസാരിച്ചു, ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്തു, ഒക്കെ ഒന്ന് പരിശോധിക്കുക. അതിൽ പോരായ്മകൾ വന്നോ, വീഴ്ചകൾ വന്നോ, അത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു പോയോ, ചെയ്യാൻ ഉണ്ടായിരുന്നത് ചെയ്യാതെ ആയിപ്പോയോ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പരിശോധന. പിന്നെ സൽക്കർമ്മങ്ങളിൽ ഒരു മത്സരബുദ്ധിയായുള്ള പ്രവർത്തനം ഉണ്ടാവുക. വല്ലാത്ത രീതിയിൽ സൽക്കർമ്മങ്ങളിൽ, പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ നന്മ ചെയ്യാൻ വേണ്ടി, നല്ല വാക്ക് പോലും നന്മയാണ്, പുഞ്ചിരി പോലും നന്മയാണ്. അതിന് പോലും പടച്ചവൻ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നല്ല വാക്ക് പറയാനും പുഞ്ചിരിക്കാനും ആളുകളെ സഹായിക്കാനും ആളുകളോടൊപ്പം സഹകരിക്കാനും ഇബാദത്തുകൾ നിർവഹിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും എന്നിത്യാദി എല്ലാ സൽക്കർമ്മങ്ങളും കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മെ പ്രയാസപ്പെടുത്തുകയല്ല, നമ്മെ ആശ്വസിപ്പിക്കുകയായിരിക്കും. നാലാമത്തെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് പശ്ചാത്താപമാണ്. ഞാൻ അതിന് മാത്രം എന്ത് തെറ്റ് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ല, വലിയ തെറ്റൊന്നും ചെയ്യുന്നവരല്ല നമ്മൾ. പക്ഷേ പ്രവാചകൻ ഒരു സന്ദർഭത്തിൽ പറഞ്ഞ, ഒരു യാത്രക്കിടയിൽ ഓരോരുത്തരും ഭക്ഷണം ഉണ്ടാക്കാനുള്ള കമ്പുകൾ വിറകുവെട്ടി ശേഖരിക്കാൻ വേണ്ടി പ്രവാചകൻ കൽപ്പിച്ചു. അങ്ങനെ ഒന്നിച്ചുണ്ടായിരുന്ന ആളുകൾക്കെയും സഹാബികൾക്കെയും ഓരോ കമ്പുകൾ, ചെറിയ ചില്ലകൾ കൂട്ടിക്കൊണ്ടുവന്നു. അതിലൊരു കൂമ്പാരമായി തീ കത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നോക്കൂ, കൊച്ചു കമ്പുകളാണിത്, ചില്ലകളാണിത്. ഇതേപോലെയാണ് നമ്മൾ നിസ്സാരമായി കാണുന്ന തിന്മകൾ. അത് തിന്മ, അതിനൊന്നും പ്രശ്നമില്ല, അത് പടച്ചവൻ പുറത്തിരിക്കും എന്ന് വിചാരിച്ചു പോകുന്ന ചില തിന്മകൾ, നോട്ടത്തിലും കാഴ്ചയിലും കേൾവിയിലും സംസാരത്തിലുമൊക്കെ ഉണ്ടാകുന്ന കൊച്ചു തിന്മകൾ, അതിങ്ങനെ അള്ളാഹു പുറത്തു തരാതെ പശ്ചാത്തപിക്കാതെ കിടന്നാൽ ഇതുപോലൊരു കൂമ്പാരമായി തീരും കേട്ടോ. അത് നമ്മൾ നരകത്തിക്കൊണ്ടെത്തിക്കും. അപ്പം കൊച്ചു തിന്മകളെ പോലും തിരുത്താൻ വേണ്ടി തൗബ ചെയ്യുക, പശ്ചാത്തപിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ അത്ര വലിയ കഴിവുള്ള ആളുകളൊന്നുമല്ല. ഒരു യുദ്ധഭീതിയിൽ പല രാജ്യങ്ങളും ഭയപ്പെട്ടിരിക്കുകയാണ്. യുദ്ധഭീതിയിൽ എത്ര ഉന്നതമായ രാജ്യമായിരുന്നാലും, എത്ര സൗകര്യങ്ങളുള്ള, എത്ര കെട്ടിടങ്ങളുള്ള, എത്ര സമ്പത്തുള്ള രാജ്യമായിരുന്നാൽ പോലും ഭയപ്പാടിലാണ് അവർ. യുദ്ധം വന്നാൽ, അതങ്ങനെ ഒരു പ്രളയം വന്നാൽ, ഒരു വലിയ കൊടുങ്കാറ്റടിച്ചാൽ നമ്മളൊക്കെ ഭയപ്പാടില്ലേ? നമ്മുടെ ജീവിതം വളരെ നിസ്സാരമാണ്, വളരെ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം തികഞ്ഞവരാണ് എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചുകൊണ്ട് പശ്ചാത്തപിക്കുന്ന, വിനയാന്വിതനാകുന്ന, നിഷ്കളങ്കനാകുന്ന, ഏറ്റവും നല്ല രീതിയിൽ ആളുകളുമായി സമ്പർക്കം പുലർത്തിയും ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചും അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ പരിശ്രമിക്കുന്ന ആളുകളായി തീരാൻ വേണ്ടിയാണ് നാം ശ്രമിക്കേണ്ടത്. അതാണ് തഖ്വ. അങ്ങനെ തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ നമുക്ക് ദുനിയാവ് എളുപ്പമാണ്, ദുനിയാവ് സമാധാനപരമാണ്, ദുനിയാവ് പ്രയാസരഹിതമായി തീരും. നാളെ ആഖിറത്തിൽ പടച്ചവൻ തൃപ്തിപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യും. അത്തരം ആളുകളായി തീരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കൂടിച്ചേരൽ ഒരു സൽക്കരമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. കാരുണ്യവാനായ നാഥ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ ഇനി പുറത്തു തരണമേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തു തരണമേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, ചിന്തയിലൊക്കെ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളുണ്ട് റബ്ബേ. അതൊക്കെ കാരുണ്യവാനായ അള്ളാഹുവെ നീ പുറത്തു തരണമേ അള്ളാഹ്. ഞങ്ങളുടെ തുടർ ജീവിതത്തിൽ ഇത്തരം പ്രയാസങ്ങൾ നീ നൽകരുതേ റഹ്മാനെ. ലോകത്തെ ഒരുപാട് പ്രയാസകരമായ അവസ്ഥകൾ, കടുത്ത പരീക്ഷണങ്ങൾ, മാറാരോഗങ്ങൾ, കടങ്ങൾ, അപകടങ്ങൾ, റഹ്മാനായ റബ്ബേ, ഇവയെ തൊട്ടൊക്കെ ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണമേ അള്ളാഹ്. ഞങ്ങളിൽ പല ആളുകളും, ബന്ധുമിത്രാദികളടക്കം പല ആളുകളും മാറാരോഗങ്ങളിലാണ് റഹ്മാനെ. അവരുടെ രോഗങ്ങൾ നീ ശിഫിയാക്കണമേ അള്ളാഹ്. അവരുടെ രോഗങ്ങൾക്ക് നീ ആശ്വാസം നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളടക്കം പലരും പ്രയാസകരമായ ജീവിതം നയിക്കുകയാണ് റഹ്മാനെ. അവർ തളർച്ചയിലാണ്, ക്ഷീണത്തിലാണ് റഹ്മാനെ. അവരുടെ ക്ഷീണവും തളർച്ചയും ഒക്കെ നീ മാറ്റിക്കൊടുക്കണമേ അള്ളാഹ്. അവർക്ക് നീ ആശ്വാസം നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും പരലോകത്തേക്ക് യാത്രയായിരിക്കുകയാണ് റഹ്മാനെ. റബ്ബേ, അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ അള്ളാഹ്. അവരുടെ കബറിടം നീ വെളിച്ചമാക്കി കൊടുക്കണമേ റഹ്മാനെ.
നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെ ചേർക്കുകയും അവരോടൊപ്പം ഞങ്ങളെയും ഉൾപ്പെടുത്തുകയും ചെയ്യണമേ റഹ്മാനെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സത്യവിശ്വാസികൾ പരാശകരമായ അനുഭവത്തിലാണ്, ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബേ അവർക്ക് നീ തുണയേകണമേ അല്ലാ, അവരെ നീ സംരക്ഷിക്കണമേ അല്ലാ. ദുനിയാവിലെ കടുത്ത പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അവയെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ തലമുറകളെയും നീ സംരക്ഷിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.